പറഞ്ഞ പോലെ ജിതിൻ നമ്മളോടൊപ്പം ഉണ്ട്. ഈ പാട്ട് ജിതിനാണ് നമ്മളിലേക്ക് ഇന്ന് എത്തിക്കുന്നത്. റഹ്മാൻ സാറിൻ്റെ ഈ ഒരു സാന്നിധ്യത്തിൽ നിൽക്കുമ്പോൾ ഹൗ എക്സൈറ്റഡ് ആർ യു ടുഡേ ജിതൻ? ഇറ്റ്സ് ആക്ച്വലി വെരി ഓവർവെൽമിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ബിക്കോസ് ഐ ആം ഈക്വലി ഹാപ്പി ആൻഡ് നെർവസ് അറ്റ് ദ സെയിം ടൈം. ഞാൻ എവിടെയോ എൻ്റെ ഒരു കോണിൽ ഞാൻ ആക്ച്വലി മാനിഫെസ്റ്റ് ചെയ്തൊരു മൊമെൻ്റാണിത് ആക്ച്വലി. സോ വൺ ഓഫ് ദോസ് എന്താ പറയുക, വൺ ഓഫ് ദ വെരി good memories, very close to my heart memories, and I want to thank him first of all for the song, and I want to thank Blessy sir also for making me a part of this project, and the family undu ode, so it's even more special, so happy to be here. അപ്പോൾ നമ്മളെല്ലാവരും ആ ഒരു ഗാനം കേൾക്കാനായിട്ട് ഇനി കാത്തിരിക്കുകയാണ്. പെരിയോനേ എൻ റഹ്മാനേ, പെരിയോനേ പെരിയോനേ എൻ റഹ്മാനേ, പെരിയോനേ റഹീ. അങ്ങകലെ അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ. അങ്ങകലെ അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, പുതുമഴ വീഴണുണ്ടേ. നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോ, നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോൾ ഇരുന്നാലും അറിയണുണ്ടേ. നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോൾ ഇരുന്നാലും അറിയണുണ്ടേ. മിണ്ടാമൺ തരി വാരിയെടുത്തതിൽ കണ്ടില്ല കണ്ടില്ല നിന്നനവ്, കണ്ടില്ല കണ്ടില്ല നിന്നനവ്, കണ്ടില്ല കണ്ടില്ല നിന്നനവ്. കൊച്ചോളങ്ങളിൽ നീന്തിത്തുടി ചെന്നെ തൊട്ടില്ല തൊട്ടില്ല നിന്നനവ്, തൊട്ടില്ല തൊട്ടില്ല നിന്നനവ്. പെരിയോനേ റഹ്മാനേ, പെരിയോനേ റഹീ. പെരിയോനേ റഹ്മാനേ, പെരിയോനേ റഹീ.
വാസ് ട്രൂലി എ സർപ്രൈസ് ഫോർ us. നല്ല കൈയടി നൽകണം, കാരണം നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഗാനം ഇന്നിവിടെ റഹ്മാൻ സാറിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. താങ്ക് യു സോ മച്ച് സർ, ഇറ്റ് വാസ് സോ മെസ്മറൈസിങ് ആൻഡ് ബ്യൂട്ടിഫുൾ. താങ്ക് യു. ഇനി ഒരുപാട് സ്നേഹത്തോട് പറയട്ടെ, ഞങ്ങളുടെ ഈ ഒരു ഇന്നത്തെ ഈ ഒരു മ്യൂസിക്കൽ എക്സ്പ്രസ്സിന് സാന്നിധ്യം അറിയിച്ചുകൊണ്ട് മലയാളത്തിന് ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുകൾ സമ്മാനിക്കുന്ന ഒരു യുവനായകൻ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. ആശംസ അറിയിക്കാൻ വേണ്ടി അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. മലയാളത്തിൻ്റെ ദ ഫിനോമിനൽ ആക്ടർ ടൊവിനോ തോമസ്. ടൊവിനോ മലയാളത്തിലെ ഏറ്റവും മികച്ച കൊമേഴ്ഷ്യൽ സക്സസ്, കൊമേഴ്ഷ്യൽ ഹിറ്റുകൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന ടൊവിനോ തോമസ് is all here. ആടുജീവിതം ദ ഗോഡ് ലൈഫ് മ്യൂസിക് ലോഞ്ചിന് വേണ്ടി ടൊവിനോ is all here. നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് സന്തോഷവും അഭിമാനവും ഉണ്ട്. നമ്മൾ പലപ്പോഴും മലയാളം ഇൻഡസ്ട്രിയാണ്, ചെറിയ ഇൻഡസ്ട്രിയാണ്, പരിമിതികൾക്കുള്ളിൽ നിന്ന് സിനിമ ചെയ്യുന്നതാണ് എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട് പലപ്പോഴും. പക്ഷേ ഏത് ഇൻഡസ്ട്രിയിൽ, എത്ര വലിയ ഇൻഡസ്ട്രി ആണെങ്കിലും എടുത്തു വയ്ക്കാൻ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു സിനിമയാണ് ആടുജീവിതം. അതാണ് ക്വാളിറ്റി ഒട്ടും ചോരാതെ, ഒന്നിലും കോംപ്രമൈസ് ചെയ്യാതെ വളരെ ധൈര്യത്തോടെ ഇൻ്റർനാഷണൽ ഓഡിയൻസിൻ്റെ മുന്നിലോട്ട് വയ്ക്കാവുന്ന രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്നത്. അതിന് തീർച്ചയായിട്ടും അഭിനന്ദനങ്ങളെക്കാൾ കൂടുതൽ നന്ദിയാണ് ബ്ലിസ് സാറിനോടും ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള എല്ലാവരോടും പറയാനുള്ളത്. ഞാൻ 2012 ആണ് ആടുജീവിതം വായിക്കുന്നത്. അന്ന് മുതൽ ഇങ്ങോട്ട് ബെന്യാമിൻ സാറിൻ്റെ എല്ലാ പുസ്തകങ്ങളും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, അതെൻ്റെ കയ്യിലുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ ഇത്രയും വലിയ ഒരു ഓഡിയോ ലോഞ്ച് ഫംഗ്ഷനൊക്കെ നമ്മുടെ ഇൻഡസ്ട്രിയിലും ഉണ്ടെന്ന് 4 പേര് അറിയട്ടെ. അപ്പോൾ ഇവിടെ ഇത്രയും ആരാധ്യരായിട്ടുള്ള ആളുകളുടെയും ഒരുപാട് പ്രിയപ്പെട്ട ആളുകളുടെയും ഒക്കെ മുന്നിൽ നിന്നുകൊണ്ട് ഈ സിനിമയെപ്പറ്റി സംസാരിക്കാൻ സാധിക്കുന്നത് ഒരുപാട് സന്തോഷവും അഭിമാനമുള്ള കാര്യമാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ മലയാള സിനിമ വളരുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ മലയാള സിനിമ വളരുമ്പോൾ അതിൽ ഞാനും കൂടെയാണ് ഒരു ഗുണഭോക്താവ്. ഇൻഡസ്ട്രി വലുതാവും തോറും ഞാനും അതിൻ്റെ ഓരം പിടിച്ച് വലുതായിക്കൊണ്ടിരിക്കും എന്ന് പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. ഈ സിനിമ ഉറപ്പായിട്ടും ഗംഭീര വിജയമാവട്ടെ, ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാവട്ടെ. അത് മലയാള സിനിമയ്ക്ക് ഇനിയും കുറേ പുതിയ പുതിയ വാതായനങ്ങൾ തുറന്നിടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ഞാൻ സിനിമയിൽ വന്ന കാലം മുതൽ ഞാനിതിനു മുമ്പും പലയിടത്തും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, എൻ്റെ കരിയറിൽ പല നിർണായക ഘട്ടങ്ങളിലും വളരെയധികം സപ്പോർട്ടീവായിട്ടും പലപ്പോഴും അഡ്വൈസൊക്കെ വേണമെങ്കിൽ ധൈര്യമായിട്ട് ചെന്ന് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് തന്നിട്ടുള്ള ആളാണ് രാജുവേട്ടൻ. ഒരു ആക്ടർ ഒരു സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ലോസ് ചെയ്യുന്നു, വെയിറ്റ് ഗെയിൻ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾ മലയാളത്തിൽ നിന്നുകൊണ്ട് ഇത്രയും ഒരു ട്രാൻസ്ഫോർമേഷൻ വേറെ ആരെങ്കിലും ചെയ്തതായിട്ട് എൻ്റെ അറിവിലില്ല. ഈ അവസരം രാജുവേട്ടന് കിട്ടിയത് ആലോചിക്കുമ്പോൾ നല്ല അസൂയയുണ്ട്. പക്ഷെ പുള്ളിയെടുത്ത പണി കാണുമ്പോൾ അസൂയയ്ക്ക് പകരം ആരാധനയാണ് തോന്നുന്നത്. ഇത് മറ്റ് സിനിമകളിൽ ഏതെങ്കിലും ഒരു ആക്ടർ ചെയ്തതിനേക്കാൾ കാഠിന്യമേറിയതാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഷൂട്ടിങ്ങിന് മുമ്പായിട്ട് പുള്ളി 30 കിലോ ഒക്കെ കുറച്ച് മെലിഞ്ഞുണങ്ങി അവിടെ പോയി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലോക്ക്ഡൗൺ വന്നത്. ഈ ലോക്ക്ഡൗൺ വന്നിട്ട് ഷൂട്ട് മുടങ്ങി നിൽക്കുന്ന സമയത്ത്, അവിടെ സ്റ്റക്കായി നിൽക്കുന്ന സമയത്ത് അവിടുന്ന് തുടർന്ന് ഇങ്ങോട്ട് ഒരുപാട് മാസങ്ങൾ അതേ ബോഡി വെയിറ്റ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയും അതിൻ്റെ പെർഫെക്ഷന് വേണ്ടിയിട്ട് ഒരു ആക്ടർ എടുക്കേണ്ടിരുന്നതിനേക്കാൾ ഇരട്ടി അധ്വാനം എടുക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം. അതിൽ ഒരുപാട് ബഹുമാനമുണ്ട്, നന്ദിയുണ്ട് ഇൻസ്പിറേഷൻ ആവുന്നതിന്. ഞാൻ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയ ഒരു 7th grade സമയത്താണ് ഞാൻ രാജുവേട്ടനായിട്ട് അടുക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെയും എൻ്റെ സിനിമയോടുള്ള കാഴ്ചപ്പാട് രൂപീകരണത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരാളാണ് രാജുവേട്ടൻ. ബൗണ്ടറികൾക്കപ്പുറത്തേക്ക് സിനിമകൾ കൊണ്ടുപോകുന്നതിൽ എന്നും മാതൃകയാണ്. തീർച്ചയായിട്ടും അതേ മാതൃക തന്നെയാണ് തുടർന്നും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. താങ്ക് യു സോ മച്ച്. പിന്നെ ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും ഒരുപാട് പ്രതിബന്ധങ്ങളെ തരണം ചെയ്തിട്ട് തന്നെയാണ് ഈ സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പല കാരണങ്ങൾ കൊണ്ട്, പ്രത്യേകിച്ച് കൊറോണ, ലോക്ക്ഡൗൺ, ഭയങ്കര അനിശ്ചിതാവസ്ഥ ഉണ്ടായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അന്നൊന്നും അതിൻ്റെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ആവാതെ ഈ സിനിമ ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലാവുന്നതിന്
ഓരോരുത്തരുടെയും അധ്വാനം തീർച്ചയായിട്ടും എത്ര വിലപ്പെട്ടതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എല്ലാവർക്കും ഒരു അഡ്വാൻസ് കൺഗ്രാജുലേഷൻസ്, ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ബ്ലെസ്സി സർ, ഞാൻ നേരത്തെ വന്നു കയറിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് അതാണ്, അഡ്വാൻസ് കൺഗ്രാജുലേഷൻസ്. പിന്നെ ശ്രീ AR റഹ്മാൻ സാറും റസൂൽ പൂക്കുട്ടി സാറും എല്ലാവരും ഉള്ള ഒരു വേദിയിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിൽ, ലാലേട്ടൻ്റെ മുന്നിൽ വീണ്ടും സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിൽ, സത്യൻ സാർ തുടങ്ങി എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, എല്ലാവരുടെയും മുമ്പിൽ നിൽക്കാനും ഇങ്ങനെ സംസാരിക്കാനും സാധിച്ചതിൽ സന്തോഷം വീണ്ടും അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ, നന്മ മാത്രം ഉണ്ടാവട്ടെ, സന്തോഷവും സംതൃപ്തിയും സമാധാനവും ഒക്കെ ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇങ്ങനെ ഇതാ നമ്മുടെ ടൊവിനോ തോമസ് ആണ് ഇന്നത്തെ ഈ ഒരു മ്യൂസിക് ലോഞ്ചിന് വേണ്ടി നമ്മളോടൊപ്പം ജോയിൻ ചെയ്തത്. ഇനി മലയാളത്തിലെ വളരെ സീസൺഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറെയാണ് ഈ ഒരു വേദിയിലേക്ക് ആശംസ അറിയിക്കാൻ വേണ്ടി സ്വാഗതം ചെയ്യുന്നത്. കുടുംബ പ്രേക്ഷകർക്ക് എന്നും നല്ല കുടുംബ ചിത്രങ്ങൾ സമ്മാനിച്ചിട്ടുള്ള മലയാളത്തിൻ്റെ സ്വന്തം സത്യൻ അന്തിക്കാട് സാറിനെ വേദിയിലേക്ക് സാദരം ഇൻവൈറ്റ് ചെയ്യുന്നു. എത്രയോ നല്ല കുടുംബ ചിത്രങ്ങൾ മലയാളി പ്രേക്ഷകർക്ക് സമ്മാനിച്ചിട്ടുള്ള മലയാളത്തിൻ്റെ ഏറ്റവും വെഴ്സറ്റൈൽ ആയിട്ടുള്ള ഡയറക്ടർ സത്യൻ അന്തിക്കാട് സാറാണ് ആടുജീവിതം ദ ഗോഡ് ലൈഫിൻ്റെ മ്യൂസിക് ലോഞ്ചിൻ്റെ ഈ ഒരു സെറമണിയിൽ നമുക്ക് വേണ്ടി ആശംസകൾ അറിയിക്കാൻ വേണ്ടി ഇവിടെ എത്തുന്നത്. സർ പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊക്കെ കുട്ടിയായിരുന്ന കാലത്ത് മലയാളികൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു, അത് ചെമ്മീനാണ്. രാമു ഗാരായിട്ട് സംവിധാനം ചെയ്ത ചെമ്മീൻ, തകഴിയുടെ കടലിൻ്റെ കഥ പറഞ്ഞ ചെമ്മീൻ. അതിലും ഏറ്റവും നല്ല മ്യൂസിക്കായിട്ട് അന്ന് സലീൽ ചൗധരി, മാർക്കസ് ബാഡ്ലി, അങ്ങനെ വലിയൊരു ടീമോട് കൂടിയിട്ട് ആ സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് ആളുകൾ കാത്തിരുന്നിട്ട് ഓഡിയൻസിന് മുന്നിലേക്ക് ആ സിനിമ വന്നത്. അതിനുശേഷം മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന സിനിമ ആടുജീവിതമാണ്. കാര്യം തകഴി പറഞ്ഞ കടലിൻ്റെ കഥയാണെങ്കിൽ ബെന്യാമിൻ പറഞ്ഞിരിക്കുന്ന മരുഭൂമിയുടെ കഥയാണ്. അതും റസൂൽ പൂക്കുട്ടിയും AR റഹ്മാനും അടക്കമുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകൾ, നമ്മൾ തീരെ കണ്ടിട്ടും കേട്ടിട്ടില്ലാത്ത ജോർദാനിലെ മരുഭൂമികളിലൊക്കെ പോയി ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമ കാണാൻ ഇന്ന് മലയാളികൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഒരു സന്തോഷം. മറ്റൊന്ന്, ബ്ലെസ്സി കാഴ്ച മുതൽ ആടുജീവിതം വരെ ഒരു സംവിധായകനെ സമീപിക്കാൻ അല്ലെങ്കിൽ ടച്ച് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ മാത്രം സിനിമയാക്കുന്ന ഒരാളാണ്. ഞാനൊക്കെ മോഹൻലാലൊക്കെ കൂടെ നാടോടിക്കാറ്റും അല്ലെങ്കിൽ സന്മനസ്സൊക്കെ ആയിട്ട് വളരെ കൂളായിട്ട് സിനിമകൾ ചെയ്തു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളാണ് തന്മാത്ര, ഭ്രമരം, അങ്ങനെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടാൻ തയ്യാറെടുക്കുന്ന ഒരു സംവിധായകനാണ്. അതുകൊണ്ടാണ് ഇത്ര ചെറുപ്പത്തിൽ തന്നെ തലമുടിയൊക്കെ വെളുത്തുപോയത്. ശരിക്കും ബ്ലെസ്സിക്ക് അത്ര പ്രായമൊന്നുമില്ല. അപ്പോൾ അത്രയും നല്ലൊരു ആത്മാർത്ഥമായ ഒരു സംവിധായകൻ സമീപിക്കുന്ന സിനിമയാണെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. അതോടൊപ്പം തന്നെ പൃഥ്വിരാജിൻ്റെ ഭാവപ്പകർച്ചകൾ ഞാനതിൻ്റെ സ്റ്റിൽസൊക്കെ കണ്ടിട്ടുള്ളൂ. ഒരു സാഹിത്യത്തിൻ്റെ പിൻബലമുള്ള നടന് മാത്രമാണ് അതുപോലെ ആ കഥാപാത്രത്തിന് വേണ്ടി രൂപം മാറ്റാൻ സാധിക്കുക. അത് എനിക്ക് തോന്നുന്നത് സുകുമാരേട്ടൻ്റെ അനുഗ്രഹമാണ്. സുകുമാരേട്ടൻ്റെയും മല്ലിക ചേച്ചിയുടെയും ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുന്ന നടനായിരുന്നു സുകുമാരൻ. ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമയുടെ നായകനാണ്. എപ്പോഴും അദ്ദേഹത്തിൻ്റെ കയ്യിൽ പുസ്തകങ്ങളുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഔട്ടായാലും മരിക്കുന്നവരെ വായിക്കാനുള്ള പുസ്തകങ്ങൾ എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് പൃഥ്വിരാജും ആ പാതയിൽ തന്നെയാണ്. അപ്പം ഇതിൻ്റെ നിർമ്മാണത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ സ്നേഹപൂർവ്വം ഇത് കാത്തിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ബ്ലെസ്സിക്കും AR റഹ്മാനും റഫീഖ് അഹമ്മദിനും ബെന്യാമിനും എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ.
ജീവനും ശ്വാസവും നൽകി ഈ ഒരു ചിത്രത്തിനോടൊപ്പം നിന്ന കുറച്ചു പേരെയാണ് ഈ ഒരു വേദിയിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഞങ്ങളുടെ ഏറ്റവും വലിയ ബലം, ഞങ്ങളുടെ കരുത്തെന്ന് പറയുന്നത് ഈ ഒരു ടെക്നീഷ്യൻസ് തന്നെയായിരുന്നു. ഒരുപാട് സ്നേഹത്തോടെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു ഞങ്ങളുടെ പ്രൊഡക്ഷൻ ഡിസൈനർ പ്രശാന്ത് മാധവ്, ഞങ്ങളുടെ കോസ്റ്റ്യൂം ഡയറക്ടർ സ്റ്റെഫി സേവിയർ, മേക്കപ്പ് ഇൻചാർജ് രഞ്ജിത്ത് അമ്പാടി ആൻഡ് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ റോബിൻ. ഇനി എന്ന് തിരിച്ചു പോകാൻ പറ്റാത്ത ആർട്ട് ഡയറക്ടർ എന്ന് പറയുന്നത് പ്രശാന്ത് മാധവാണ്. അദ്ദേഹത്തോടാണ് ചോദിക്കാനുള്ളത്. കാരണം ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു, എനിക്ക് തോന്നുന്ന ഒരു വലിയൊരു ചാലഞ്ചിങ് സ്പേസ് എന്ന് പറയുന്നത് മരുഭൂമിയായിരുന്നു. ഇതിൻ്റെ ഒരു മേജർ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ടച്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മൊമെൻ്റ് ഉണ്ടോ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാൻ സർ? താങ്ക് ഗോഡ് ഈ ഒരു വേദിയിൽ ഇന്നിങ്ങനെ നിൽക്കാൻ കഴിഞ്ഞതിന്. ഈ സിനിമയിൽ ജോർദാനിലെ വാദിറം മരുഭൂമി മുതൽ അൾജിയേഴ്സിലെ ടിമിമോൻ മരുഭൂമിയിൽ, സഹാറ മരുഭൂമിയിൽ വരെ ഞങ്ങൾ വളരെ പ്രതികൂല കാലാവസ്ഥയിലും വളരെ കഷ്ടപ്പെട്ട് എല്ലാവരും വളരെ ബുദ്ധിമുട്ടി ഒത്തൊരുമയോടുകൂടെ ആണ് ഈ സിനിമ ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ചെയ്തത്. പറയാൻ ഒരുപാടുണ്ട്. കാരണം അത്രയും കഷ്ടപ്പാടിലാണ് ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തുണ്ടാക്കിയത്. പിന്നെ ഈ ജോലിയുടെ ഇടയിലും അതിൻ്റെ വിഷമങ്ങളൊന്നും ഞങ്ങൾ അത്രയും അറിഞ്ഞില്ല. എല്ലാവരും ഒരു ഭയങ്കര സ്പിരിറ്റോടു കൂടിയാണ് ചെയ്തത്. പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്റ്റക്കായൊരു സമയം കോവിഡ് സമയമായിരുന്നു. അതായിരുന്നു നമുക്ക് മനസ്സിൽ ഇനിയും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സമയം എന്ന് പറയുന്നത്. അന്ന് ഞങ്ങൾ വളരെ വിഷമത്തോടു കൂടി ഇരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഞങ്ങളെ ലാൽ സാർ ഇടയ്ക്ക് വിളിച്ച് ഞങ്ങളെ ആശ്വസിപ്പിക്കാറുണ്ട്. ആ വാക്കുകളന്ന് വളരെ ആശ്വാസമായിരുന്നു. താങ്ക് യു ലാൽ സാർ. ഈ രീതിയിൽ എനിക്കത് പറയാൻ അവസരം കിട്ടി. താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ കോസ്റ്റ്യൂം ഡിസൈനർ സ്റ്റെഫി സേവിയർ ആണ്. ആൻഡ് സ്റ്റെഫി, എനിക്ക് തോന്നുന്നു നമ്മുടെ പൃഥ്വിയുടെയൊക്കെ ഒരു ഔട്ട്ലുക്ക് കാണുമ്പോൾ നമുക്കറിയാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എനിക്ക് തോന്നുന്നു ബ്ലെസ്സി സാർ അത് കൃത്യമായിട്ട് പറഞ്ഞു വന്നല്ലേ. കാരണം വർഷങ്ങളെടുത്തൊരു പ്രോസസ്സായിരുന്നു ആട് ജീവിതം എന്ന് പറയുന്നത്. സോ ബീയിങ് ഒരു കോസ്റ്റ്യൂം ഡിസൈനർ, ഏതൊരു എക്സ്പീരിയൻസ് ആണ് നമ്മളുമായിട്ട് ഷെയർ ചെയ്യാൻ തോന്നുന്നത്? ബ്ലെസ്സി സാർ തന്നൊരു സ്ട്രക്ചറിങ് ആണോ? വാട്ട് യു ഹാവ് ടു ഷെയർ വിത്ത് അസ്? നമസ്കാരം. ബ്ലെസ് സാറിനെ ഓരോ ഷെഡ്യൂൾ തുടങ്ങുന്നതിന് മുമ്പ് കാണുമ്പോഴും ഒരു കഥ തന്നെ എപ്പോഴും എൻ്റെ അടുത്ത് റിപ്പീറ്റ് ചെയ്ത് പറയുമായിരുന്നു. അത് തൂവാനത്തുമ്പികളിൽ പത്മരാജൻ സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ബ്ലെസ് സാർ വർക്ക് ചെയ്യുന്ന സമയത്ത് കോസ്റ്റ്യൂം കണ്ടിന്യൂറ്റി നോക്കുന്ന അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു. അന്ന് സാർ എത്രത്തോളം പർട്ടിക്കുലർ ആയിരുന്നു എന്നുള്ളത് എപ്പോഴും എന്നെ ഇടയിലിടെ റിമൈൻഡ് ചെയ്യുമായിരുന്നു. ഇൻഡയറക്റ്റ്ലി അതെനിക്കുള്ളൊരു വാണിങ്ങുമായിരുന്നു എപ്പോഴും. എനിക്ക് മൊത്തത്തിൽ പറയാനുള്ളത്, ആടുജീവിതം ഒരു സിനിമയിലുപരിയായിട്ട് എൻ്റെ ജീവിതത്തിൽ വളരെ പേഴ്സണലി ഇമോഷണലായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ബ്ലെസ് സാറിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹത്തിനോടൊപ്പം ഏറ്റവും വലിയ ക്രാഫ്റ്റിനോടൊപ്പം കൂടെ ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞത് ബെന്യാമിൻ സാറിൻ്റെ എഴുത്തിലൂടെ കോടിക്കണക്കിന് ആളുകളുടെ ഉള്ളിലെ പ്രിയപ്പെട്ട കഥാപാത്രമായ നജീബിന് കോസ്റ്റ്യൂം ചെയ്യാൻ കഴിഞ്ഞത് ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ കഴിഞ്ഞ ഈ 6 വർഷത്തെ ഇത്രയും പ്രഗത്ഭരായ ടെക്നീഷ്യൻസിൻ്റെയും ആർട്ടിസ്റ്റുകളുടെയും കൂടെയുള്ള ഈ ഒരു യാത്ര എനിക്കൊരു ലേണിംഗ് പ്രോസസ്സാണ്. പിന്നെ ഒരു കാര്യം കൂടെ, മരുഭൂമിയിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പം നജീബ് എന്ന് പറയുന്ന കഥാപാത്രത്തിന് വേണ്ടി ഞാൻ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തത് മരുഭൂമിയിലെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും പ്രതികൂലമായിട്ടുള്ള കോസ്റ്റ്യൂമായിരുന്നു. ഒരിക്കൽ പോലും ഞങ്ങളുടെ ടീം മെമ്പേഴ്സിനോട് ആരോടും അതിൻ്റെ മുഷിപ്പോ മടുപ്പോ കാണിക്കാതിരുന്നതിന് ഒരുപാട് താങ്ക് യു രാജ് ചേട്ടാ. താങ്ക് യു സോ മച്ച്.
ഇനി എനിക്ക് തോന്നുന്നു നമ്മുടെ ബ്ലസ്സി സാറിൻ്റെ കാഴ്ച എന്ന ചിത്രത്തിലൂടെയാണ് രഞ്ജിത്ത് അമ്പാടി എന്നൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ്, നമുക്കൊരു മേക്കപ്പ് മാനെ നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രിക്ക് കിട്ടുന്നത്. അത് കഴിഞ്ഞ് ബ്ലസ്സി സാറിൻ്റെ എല്ലാ ചിത്രത്തിലും അങ്ങ് ഉണ്ടായിട്ടുമുണ്ട്. ഈ ഒരു ചിത്രം ആടുജീവിതം എത്രമാത്രം സ്പെഷ്യലാണ്? വർക്ക് ചെയ്യുന്ന എല്ലാ സിനിമയും സ്പെഷ്യലാണ്. പ്രത്യേകിച്ച് സാറ് കാണുന്നൊരു സിനിമ സാറിൻ്റെ രീതിയിൽ അറിയാവുന്നതുകൊണ്ട് സാറ് കാണുന്ന പോലെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ സിനിമയെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. കാര്യം ഞാനല്ല പറയേണ്ടത്. ഈ സിനിമ കണ്ടിട്ട് എല്ലാവരും ചോദിക്കുക ചെയ്യേണ്ടത്, ഈ സിനിമയിൽ ആരൊക്കെ വർക്ക് ചെയ്തെന്ന് വെച്ച് ചോദിക്കണം. തീർച്ചയായിട്ടും ഇനി ബ്ലസ്സി സാറിൻ്റെ നിഴലായിട്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് ഷെയർ ചെയ്യാൻ പറ്റുന്നത് റോബിന് തന്നെയായിരിക്കും. അത്രയും വലിയൊരു പാൻഡമിക് സിറ്റുവേഷനിലൂടെ കടന്നു പോയാണ്. സാർ, എന്താണ് ഈ ഒരു മൊമെൻറ്റിൽ പറയാനുള്ളത്? താങ്ക് യു. കോവിഡ് സ്കെഡ്യൂളിനെ കുറിച്ച് ഐ തിങ്ക് വി ഹവ് സെഡ് എ ലോട്ട് അബൌട്ട് അവർ കോവിഡ് വീഡിയോ വിച്ച് ഇസ് ഔട്ട് ഓൾറെഡി. സോ ഇതിൽ ഐ ജസ്റ്റ് വോണ്ട് സേ it's been a blessing to work with Blessy sir, and I've learned and a lot of the craft with him. Spent almost 6 years with him day and night working on this film, so it was great. And also one thing, when I met Blessy sir for the first time, and he was very soft spoken, he's very soft spoken and stuff, but few crew members had told me just be careful. And first day we landed up on set, I think there was every shooting schedule there's issues, and I got to know that oru anyanum kude undu Blessy sir nullil, which comes out only on set. So that is also there. So I've seen all of it, and it's been a great pleasure to work with you, sir. And Rahman sir, of course, for the music part, we've been traveling to Chennai often, and he's been patient with us. And Resu sir, he's been like a friend, now, because we have spent a lot of time together. It's been a great family together. And Prithviraj sir, the amount of immense patience he has shown, after all, it's been such a long schedule, but still he's been very patient, and which is, I should really thank him. And we have the best cast and crew, and you could see, and the best team ever one can have, and it was a very smooth ride, even though there were a lot of hardships and hiccups, but great working with everyone. And thank you all for coming in, and thank you so much. And yes, Talib sir, I know I've troubled you a lot, but still, I love you, sir. And Rick as well. Lovely. Thank you so much. താങ്ക് യു ഓൾ. നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് തന്നെ സ്വന്തം ജീവൻ പോലും നമുക്ക് ശ്വാസവും നൽകി ആടുജീവിതത്തിനോടൊപ്പം നിന്ന് ടെക്നീഷ്യൻസിനെയാണ് ഈ ഒരു വേദിയിൽ നമ്മൾ കണ്ടത്. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. പ്ലീസ്. നമസ്കാരം കേരള. നമസ്കാരം. പൃഥ്വിരാജിൻ്റെ മുഖത്ത് ആദ്യമായിട്ട് ഒരു ക്യാമറ വെച്ച് ഒരു ഡയലോഗ് പറയിച്ചത് ഞാനാണെങ്കിൽ അതിൻ്റെ സ്നേഹം ഓസ്കർ അവാർഡിലേക്ക് പോയാൽ ഈ സിനിമ പോലെ തന്നെ ഒരു അത്ഭുതമാണ് ബ്ലെസ്സി. ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്ത ട്രാൻസ്ഫർമേഷൻ എന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ പേര് മാത്രമല്ല പറയേണ്ടത്, അവൻ്റെ പേരും പറയണം, ഗോകുലിൻ്റെ പേരും പറയണം. സാധാരണ ഒരാൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ബ്ലെസ്സി ചെയ്യുന്നത്. My master, thank you very much. Inshallah, I'll work again with you in other film because I want to be a star in India also. Seems like I'm a star in my country. His name is in his character. He's not just Blessy, he's blessed. Honestly, he deserves it. Thank you. Hey